അത് ഇപ്പൊ കണ്ട നമ്മളെ ഉള്ളി ഇതാ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച തക്കാളി, ഇത് ഒരു 3 തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ്. ആട്ടോ ഒരു നാടൻ ബീഫ് കറി ഉണ്ടാക്കുകയാണ്. സൗകര്യമൊക്കെ കുറവാണ്, ഞങ്ങള് റൂമില് ചെറിയൊരു അടുപ്പാണുള്ളത്, അതിൽ നിന്ന് ഞാൻ ഓളും കൂടി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീഡിയോക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കട്ടോ. ഒരു നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ ഈ തക്കാളി ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായി ഇതൊന്ന് കുക്കായി വരട്ടെ. അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ തക്കാളി ഒരു കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് എടുത്ത് വെച്ച മഞ്ഞപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. വേറെ മസാലപ്പൊടികളും അങ്ങനത്തെ ഇറച്ചി മസാല അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. മല്ലിപ്പൊടി എത്ര ഇടുന്നത്? 3 സ്പൂൺ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി. ഇനി മുളക് പൊടി എത്ര ഇടുന്നേ? ഓക്കെ. അപ്പം ഇതിട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇപ്പൊ കണ്ട നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് എല്ലാ പൊടികളും ഇട്ട് ഒരല്പം വെള്ളം പാർന്ന് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്ത് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി ഇത് ബീഫ് നന്നായിട്ട് ഈ മസാലയെ ഒന്ന് മിക്സാക്കി നല്ലോണം കൂടെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചും കഴിഞ്ഞ് നമുക്ക് ചെറിയ തീയിൽ ഒരു മണിക്കൂർ ഏറെ ഈ കുക്കറിൽ കിടന്ന് ഇതൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം ചോറ് തിന്നാൻ നേരത്തെ കാട്ടി തരാം. അപ്പം നമ്മളെ നാടന് ബീഫ് കറി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മസാല ഇട്ടുണ്ടാക്കിയ നല്ല നാടന് ബീഫ് കറി, അടിപൊളി ബീഫ് കറി, നല്ല കട്ടിയുള്ള ബീഫ് കറിയും നാടൻ ചോറും ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു നിങ്ങൾക്കൊന്ന് കണ്ടോട്ട് നമ്മളെ റൂമിൽ ഉള്ള ഒരു ഭക്ഷണത്തിൻ്റെ സിറ്റുവേഷൻ, വേറെ സ്പെഷ്യലായിട്ട് ഐറ്റംസ് ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കറി, ഒരു ചോറ്, നല്ല ചുടുവെള്ളം ഉണ്ട്, അത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ റിച്ചൂസ് കിച്ചൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.